നമുക്കിന്ന് കുമ്പളങ്ങ കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കാം. ഇത് വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ്. അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് കുരുവും കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്യുന്നതിനായിട്ട് ചോപ്പറിലോട്ട് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 4 പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്യാം. കാരണം അധികം എരിവില്ലാത്തത് കൊണ്ടാണ് 4 പച്ചമുളക് എടുത്തത്. എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ 1-2 എടുത്താൽ മതി. ഇതും വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ്, ഒട്ടും എരിവില്ല, അതുകൊണ്ടാണ് 4 എണ്ണം. ഇനി ഇത് നമുക്ക് ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം. കുമ്പളങ്ങ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ഇത് നമുക്ക് ഒരു ചട്ടിയിലിട്ട് വേവുന്നതിനായിട്ട് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് വേവാനായിട്ട് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇത് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വെള്ളം ഒഴിക്കാം. നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ വെന്ത് വരട്ടെ. കുമ്പളങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതി, അതായത് ഒരു തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കടുകാണ്. പച്ചമുളക് നമ്മൾ ചോപ്പ് ചെയ്തിട്ടത് കൊണ്ട് പച്ചമുളക് അരയ്ക്കാനായിട്ട് ചേർക്കണ്ട. ഇനി നമുക്ക് വേണ്ടത് കടുകാണ്. അരകല്ലിൽ അരയ്ക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചു കഴിഞ്ഞേ കടുക് ചതച്ചെടുക്കത്തുള്ളൂ. മിക്സിയിൽ നമ്മൾ അരയ്ക്കുമ്പോൾ കടുക് അങ്ങനെ പറ്റത്തില്ല. തേങ്ങ അരച്ചു കഴിഞ്ഞ് കടുക് ചതയത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നു. ഈ സ്പൂണിന് ഒരു 1/4 സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കുക. കുമ്പളങ്ങയുടെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തവി കൊണ്ട് ഒന്നുടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കടുകും തേങ്ങയും ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി സ്വല്പം വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് വേവിക്കാൻ നിൽക്കേണ്ട. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുകിൻ്റെ സ്വാദങ്ങ് മാറി നല്ല ടേസ്റ്റ് മാറി ഒരു കയ്പ്പാവും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അതൊന്ന് ചൂടാക്കി കൊടുക്കാം. നമ്മൾ തേങ്ങയുടെ അരപ്പിട്ടത് നന്നായിട്ട് ചൂടായി. ഇനി നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് നേരം ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് വരും. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറട്ടെ. ചെറിയ ചൂടിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഈ ചൂടിൽ നമ്മൾ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈരങ്ങ് പിരിഞ്ഞ് പച്ചടി വെള്ളം പോലാകും. അതുകൊണ്ട് ഈ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പച്ചടിയുടെ ആ വലിയ ചൂടൊക്കെ കുറഞ്ഞു. ഇപ്പോൾ ഒരു ഇളം ചൂടാണ്. ചട്ടി കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത കട്ട തൈരാണേ, അത് ചേർത്ത് കൊടുക്കാം. ഒരു 3 തവി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. പാകത്തിനുള്ള പച്ചടി തയ്യാറായി. പാകത്തിനേ ഉള്ളൂ. ഇതിന്റെ ചാറ് ഇത്ര ഈ പരുവത്തിലിരിക്കണം. ഇതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. പാകത്തിന് ഉപ്പുണ്ട്. കടുകിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. വളരെ സ്വാദിഷ്ടമാണ്. ഇനി നമുക്കിത് കടുക് വറുക്കാം. പാത്രം ചൂടാവാനായിട്ട് വെച്ചു. സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചടിക്കൊക്കെ കടുക് വറുക്കുന്നതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറികളാണല്ലോ. ഇനി നമുക്ക് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് വലിയ വറ്റൽമുളക് ആയതുകൊണ്ട്
ഒരു വറ്റൽമുളകേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ആവശ്യമനുസരിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് കടുക് വറുത്തത് നമുക്ക് അരപ്പിലോട്ട് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളങ്ങ പച്ചടി തയ്യാറായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൊടുകറിയാണ്. ഇത്രയുമേ അതിന് ചാറാവാൻ പാടുള്ളൂ. ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ കുമ്പളങ്ങ പച്ചടി തയ്യാറായി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതണം.